Hey guys, അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ Q&A സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു ആൻഡ് അത് ഞാൻ 15 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ എൻ്റെ ഫോളോവേഴ്സിന് എന്നോട് ചോദിക്കാനാണെന്ന്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേച്ചിക്ക് ശരിക്കും എത്ര വയസ്സുണ്ട്? എനിക്ക് 19. നിങ്ങൾക്കോ? ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഏറ്റവും ആദ്യം വീഡിയോസ് ഒക്കെ എടുക്കാൻ ഇൻസ്പയർഡ് ആയ ആ പേഴ്സൺ ആരാണ്? അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറെ ആരുടെയും വീഡിയോ കണ്ട് ഇൻസ്പയർ ആയതൊന്നുമല്ല. ഒരു ദിവസം ഞാൻ +1 പഠിക്കുമ്പോൾ സ്കൂളൊക്കെ വിട്ട് വൈകുന്നേരം വീട്ടിൽ എത്തി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കുളിക്കാൻ കയറുന്നത് തൊട്ട് മുന്നേ വെറുതെ എൻ്റെ ഫ്രണ്ടിന് ഞാൻ ഫോണൊക്കെ ഇങ്ങനെ പിടിച്ച് മിററിൽ ഒരു ലിപ്സ്റ്റിക് ചെയ്തൊരു വീഡിയോ അയച്ചു കൊടുത്ത്. അപ്പോൾ ഞാൻ അവൾക്കത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൾ എന്നോട് പെട്ടെന്ന് ഓ വാവ് ക്യൂട്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ ആവശ്യമില്ലാണ്ട് പ്രോത്സാഹിപ്പിച്ച് ഇവിടെ എത്തിയത് അവളാണ്. അവളത് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് ഭയാനൊക്കെ റീച്ചും കിട്ടി. എന്നാൽ അപ്പത്തെ ഭയങ്കര റീച്ചായിരുന്നു. അവളാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. ഇത്രയും. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, ഏറ്റവും സപ്പോർട്ടായി കൂടെ നിൽക്കുന്ന ആരാണ് ഫാമിലിയിൽ? ചേച്ചിയുടെ അമ്മയാണ്. ഫോർ വാട്ട് പർപ്പസ് യു ആർ ലീവിങ്? സാരല്ല പോട്ടെ. ആർ യു ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? ശരിക്കും പറഞ്ഞാൽ കൊറോണയ്ക്ക് മുന്നേ വരെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഞാൻ ഒരു എക്സ്ട്രോവേർട്ട് ആയിരുന്നു. ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയി സംസാരിക്കും, ചിരിച്ച് കാണിക്കും, ഭയങ്കര സംഭവമായിരുന്നു. പക്ഷെ കൊറോണ വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒരാളുടെ മുഖത്തുനിന്നല്ല എവിടെയും നോക്കില്ല, സംസാരിക്കില്ല. ഇങ്ങോട്ടൊന്ന് സംസാരിക്കും, അല്ലെ സംസാരിക്കില്ല, ചിരിക്കാനൊക്കെ മടിയാ. പിന്നെ ഇപ്പോഴും ഞാൻ പുറത്തു പോകുമ്പോൾ ഞാൻ മാസ്കും വെക്കും. പക്ഷെ കുഴപ്പമില്ല, ഇപ്പൊ ഞാൻ എന്നെ തന്നെ ആംബിവർട്ട് എന്നാണ് വിളിക്കുന്നത്. സപ്പോസ് യു നെവർ സ്റ്റാർട്ട് ഡൂയിങ് FIP, വാട്ട് യു വുഡ് ബി നൗ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരു അടക്കം ഒതുക്കമുള്ള പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഇയർ ഡിഗ്രി സ്റ്റുഡന്റ് ആയേനെ. എനിക്കിപ്പോഴും ഒതുക്കത്തിനും ഒരു കുറവൊന്നുമില്ല. അമ്മയൊക്കെ പറയണത് ഞാൻ ഒരു തകർച്ച കുട്ടിയാണെന്നാണ്, പക്ഷെ അല്ല. പിന്നെ ഡിഗ്രിയുടെ കാര്യം ഞാൻ കഴിഞ്ഞ വർഷം റീലൊക്കെ എടുത്ത് ഞാൻ നടന്ന് ഡിഗ്രിക്ക് ചേർന്നില്ല. ഈ വർഷമാണ് ഞാൻ ഡിഗ്രിക്ക് ചേരാൻ പോകുന്നത്. ചേർന്നു. ഹു ഈസ് യുവർ റോൾ മോഡൽ? എന്റെ പെറ്റ് കോക്കോയാണ് എന്റെ റോൾ മോഡൽ. നാണല്ല മാനല്ല, തിന്നാ കുടിക്കുക കിടക്ക, അവനാണ് എന്റെ റോൾ മോഡൽ. എന്താണ് ബെസ്റ്റിനെ പറ്റിയ അഭിപ്രായം? സോറി, എനിക്ക് ബെസ്റ്റി ഇല്ല. വാട്ട് ഈസ് എ സ്കിൽ യു ഓൾവേസ് വാണ്ടഡ് ടു ലേൺ? കുക്കിംഗ്. എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഉണ്ടാക്കാൻ വേണ്ടി. ചെറുപ്പത്തിൽ യൂത്തിങ്ങിനൊക്കെ ഇടണം, വലിയ ആൾക്കാർ ചെയ്യണ പണിയല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഇപ്പോഴും താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷെ എനിക്കൊന്നും തന്നെ ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ ചായയൊക്കെ അറിയാം, പക്ഷെ വേറെ ഉണ്ടാക്കാൻ അറിയുന്നില്ല. തന്നെ യൂട്യൂബ് ഉണ്ടെങ്കിൽ ഞാൻ തകർക്കും. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇൻസ്പയർ ആയത് ആരാണ്? ആക്ച്വലി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 100K ഫോളോവേഴ്സ് ആവുന്ന ടൈമിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടായിരുന്നു അന്നേരം, പക്ഷെ അന്ന് എനിക്ക് മടിയോണ്ട് ഞാൻ ഇട്ടില്ല. ഇപ്പൊ എനിക്ക് ഈ വീഡിയോ ഇടാനൊരു ത്വര വന്നു. ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്തൊരു ത്വര, അതും ഞാൻ തുടങ്ങി. ഹൗ ഈസ് യുവർ റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് ഗോയിങ്? റിയൽ ലൈഫ് അടിപൊളിയായപ്പോൾ ഒന്നും പറയാൻ ഒരു രക്ഷയില്ല. റിയൽ ലൈഫ് ഞാൻ ഇങ്ങനെ തീറ്റ കുടി ഉറക്കം ഇതന്നെ. സോളോ വൈനറിനെ എങ്ങനെ വളച്ചു? ഞാൻ എടുത്തു വെച്ചേക്കുമായിരുന്നു ഇതിനു വേണ്ടി. ഇങ്ങനെ അല്ല, പിന്നെ ഒരു കിഡ്നാപ്പർ വന്നിട്ട് ബ്രദറിനെയും ഡോഗിനെയും എടുത്തോണ്ട് പോയി. യു ക്യാൻ പിക്ക് വൺ ഇൻ റിട്ടേൺ. വിച്ച് വൺ? ഞാൻ എൻ്റെ കോക്കോനെ സെലക്ട് ചെയ്യും. എൻ്റെ അനിയൻ എങ്ങനെയാണെങ്കിൽ ഏന്തി വലി എൻ്റെ വീട്ടിൽ എത്തും. കോക്കോനെ എനിക്ക് വേണം. നീ ഞങ്ങളുടെ സിഗ്മയെ തട്ടിക്കൊണ്ടു പോയി. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫേവറേറ്റ് സോങ്? ഇപ്പൊ ഞാൻ എല്ലാ പാട്ടും കേൾക്കും, പ്രത്യേകിച്ച് മലയാളം പാട്ട്, പഴയ പാട്ടൊക്കെ കേൾക്കും. തന്തമായി. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു ഗൈസ്. നമുക്ക് നാളെ വേറെ വീഡിയോ ആയിട്ട് കാണാൻ കഴിയും.